ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ആ ലൈറ്റ് ഷോ ഒക്കെ 1 അവർ ഉള്ളത് അത്രയും കഷ്ടപ്പെട്ട് എടുത്തെന്ന് പറഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തവരൊക്കെ ഇത് വളരെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വളരെ കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അങ്ങനെ ഇപ്പോൾ രാവിലെ ഒരു 9:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. നമ്മൾ പല്ല് തേക്കാൻ പോവാണ്. അപ്പോൾ പല്ല് തേച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പുറത്തോട്ടിറങ്ങാൻ. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ റെഡിയായി കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ നമ്മ കിളമ്പ പോகிறோம். അയ്യോ തമിഴായിപ്പോയി, സോറി ഗൈസ്. ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ പോവാണ്. നമ്മുടെ കേരളത്തിലെ പോലൊന്നുമല്ല, ഇവിടെ ലേഡീസിൻ്റെ ബസ്സിൽ കയറുന്നതിന് ലേഡീസ് ബസ്സുണ്ട്, പിങ്ക് ബസ്. പിങ്ക് ബസ്സിന് നമുക്ക് ഫ്രീ ടിക്കറ്റാണ്. പക്ഷേ ഇത് പിങ്ക് ബസ്സല്ല, നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും ഇഷ ടു സ്റ്റാൻഡും സ്റ്റാൻഡ് ടു ഇഷാവും ബസ് എപ്പോഴും അവൈലബിൾ ആണ്. ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ തന്നെ ബസ് സർവീസ് ഉണ്ട്. സ്റ്റാൻഡിൽ നിന്ന് കയറുന്നവർ മിക്കവരും ഇഷയിലേക്ക് തന്നെ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഓടി സീറ്റ് മേടിക്കുക, സീറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് എന്നുള്ളത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ 1-1.5 മണിക്കൂർ തന്നെ നിൽക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഷയുടെ പാർട്ടായി കഴിഞ്ഞ് ഇഷയുടെ പാർട്ടിലേക്കാണ് പിന്നെ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഉള്ളത്. അങ്ങനെ നമ്മളിവിടെ കോയമ്പത്തൂർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ബസ് സ്റ്റോപ്പാകാൻ പോകുന്നത്. നല്ല തിരക്കുണ്ട് ഇവിടെ. വന്ന ബസ്സിൽ തന്നെ നല്ല തിരക്കുണ്ട്. ഓ എൻ്റെ ദൈവമേ. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാം. ഇവിടെ ഫുള്ള് ഷോപ്പുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. വഴക്ക ബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതുവഴിയാണ് ഉള്ളിലോട്ട് പോകുന്നത്. ഭയങ്കര ലേറ്റായിപ്പോയി. എന്തായാലും ഉള്ളിലോട്ട് പോകുന്നത്, ലൈറ്റൊക്കെ പോകുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കണം. ഏതായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. ഇതുപോലെ നമുക്കിവിടെ കുറേ കാളവണ്ടിയൊക്കെ കാണാം. നമുക്ക് വേണമെങ്കിൽ അതിൽ പോകാം. അതിലേക്കായിട്ട് നല്ലത് നടന്നു പോകുന്നത് തന്നെയാണ്. കുറച്ച് ലേറ്റായതുകൊണ്ട് നമ്മൾ കുറച്ച് വേഗം നടന്നു പോയാലേ ഇരുട്ടിന് മുന്നേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. യെസ്, അവിടെ കാണുന്നുണ്ടോ നിങ്ങളവിടെ കാണുന്നുണ്ടോ? ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ക്യാമ്പിലോട്ട് വരുന്നവർ ഇങ്ങനെ ഇതിന് പ്രദക്ഷിണം വെച്ച് നടക്കുന്നുണ്ട്. യെസ്, നോക്ക് അവിടെ നോക്ക്. ഇങ്ങനെ ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. വ്യൂ എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫൈനലി വി റീച്ച്ഡ് ഹിയർ. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ, അയ്യോ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് ചെറുതുപോലെ കേൾക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഭയങ്കര ഒരു ഫീലാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മലനിരകളാണ്. റൈറ്റ് സൈഡിൽ ഒരു ക്ലൗഡ് ബെഡ് കിടലായിട്ട് ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല നമുക്ക്. ആ കാണുന്നത് ഒരു മേഘമാണ്, ക്ലൗഡ് ബെഡാണ് ആ കാണുന്നത്. അതെ, മേഘം നല്ല താഴെ വന്നിട്ടുണ്ടല്ലേ. നമ്മളിത് വളരെ ക്ലോസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അയ്യോ, നമുക്ക് കേരളത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കും ഒരുപാട് ദൂരമാണെന്ന് വിചാരിക്കും. പക്ഷേ വളരെ നമുക്ക് 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് നിന്ന് ഇവിടെ എത്താവുന്നതേ ഉള്ളൂ. 1 മണിക്കൂർ എക്സ്ട്രാ കൂട്ടിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ എത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിക്കഴിഞ്ഞു. വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ കയറുന്നിടത്ത് തന്നെ നമുക്ക് ഈ ഒരു വലിയ LED നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ
എന്തൊക്കെയോ തമിഴിൽ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാത്തതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട. ഇതാ ഇവിടെയാണ് എൻട്രൻസ്. ഇപ്പോൾ ഈ വിസിലടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിസിലടിച്ച് ഇവിടുന്ന് എല്ലാവരും ഓടിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 7 o'clock ആകുമ്പോൾ ഇവിടെ നമ്മുടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യും 8 മണി വരെ. സോ നമ്മൾ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി നടന്ന് പതിയെ കാണാനുള്ള ടൈമില്ലായിരുന്നു. സോ എല്ലാവരും വരുന്നവരാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് അവിടെ എത്തുന്നത് പോലെ തന്നെ ചെല്ലുക. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് കണ്ട്, അവിടെ കുറേ മെഡിറ്റേഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഫോണോ അവിടെ അല്ല, പക്ഷെ അവിടെയൊക്കെ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ വന്ന് ഷോ കണ്ട് 8 മണിയോടുകൂടി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം. നമ്മളെല്ലാവരെയും തന്നെ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇപ്പോൾ ലൈറ്റ്നിങ്, അതിലേക്ക് ശിവൻ്റെ ഇതിലേക്ക് ലൈറ്റ് ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും ഒരു സ്പേസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ. നമുക്കിവിടെ ഇരുന്ന് കാണാം. ഇപ്പോൾ 7 മണിയാണ് സമയമായിട്ടുള്ളത്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് പ്രത്യേക ഫീലാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്, ഏകദേശം തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്നുള്ള ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ലൈറ്റ്നിങ്ങും കൂടെ ആയിരിക്കും വരിക. Adiyogi Divyadarshanam is a profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Kindly avoid standing during the show. Also, please avoid using your mobile phone torchlights during the show. There will be an offering of Arati to the Yogeshwar Linga after Adiyogi Divyadarshanam. We will begin this evening with a musical offering. Namaskaram. Adiyogi Divyadarsanam நிகழ்ச்சிக்கு வருகை தந்திரு
over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation.
ancient state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want to have what you have. Show me the way. And hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Khanas, his constant companions, asked, what about us? Adiyogi said, just drink of me, which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all
spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha. Mahadevaya Namaha. Mahadevaya Namaha. Yoga Yoga Yogeshwaraya Bhuta Bhuta Bhuteshwaraya Kala Kala Kaleshwaraya. ധ്യാന മണ്ഡപത്തിൽ സോറി ഗൈസ്, ഞാൻ വീണ്ടും തമിഴിലേക്ക് പോയി. നമ്മളിനി ധ്യാന മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. ധ്യാന മണ്ഡപം 8 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കുള്ളൂ. 7 മണിക്ക് നമ്മുടെ ഇവിടെ ലൈറ്റനിങ് ഷോ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ധ്യാന മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. ധ്യാന മണ്ഡപത്തിൽ 8 മണിയാകുമ്പോൾ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിന് മുന്നേ തന്നെ ധ്യാന മണ്ഡപത്തിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ വളരെ വേഗം തന്നെ വന്നിട്ടുണ്ട്. 8 മണി വരെയാണ് സമയം. നമ്മളവിടെ അതിന് നേരെ പോകുന്ന കാണുന്ന വഴിയിലൂടെ ഇതാണ് എൻട്രൻസ്. ഫോൺ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ബാഗിലങ്ങനെ വെച്ച് ആരും കാണാതെ വേണം നമ്മൾ കൊണ്ടുപോകാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇതിനുള്ളിൽ പോകുമ്പോഴുള്ളൊരു ഫീലെന്ന് പറയുന്നത് നമ്മളതൊരാൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലല്ല, അതല്ലാതെ ഇതൊരു മാജിക് വേൾഡ് പോലെയാണ്. ശരിക്കും നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാടുണ്ട്. പ്രത്യേക ഫീലാണ്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. കിട്ടുന്നൊരു മനസ്സമാധാനവും മനസ്സിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നേരെ റൂമിലേക്ക് പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.